അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഒപ്പം സംവാദം സുന്നികളും മുജാഹിദുകളും തമ്മിൽ നടത്താൻ ഒക്കെ വ്യവസ്ഥയൊക്കെ തയ്യാറാക്കി ഡേറ്റ് നിശ്ചയിച്ച് പിരിഞ്ഞ പരിപാടിയായിരുന്നു. പക്ഷേ മുജാഹിദുകളുടെ ഭാഗത്തു നിന്നുള്ള ചില ഇടപെടലുകൾ മൂലം അത് നടത്താൻ കഴിഞ്ഞില്ല, നടക്കാതെ പോയി. അതിന് സുന്നികൾ പറഞ്ഞ കാരണം ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു. അതായത് ആ സംവാദത്തിന് തയ്യാറായ സുന്നികൾ അഥവാ അവരൊരിക്കലും സംഘടനാ ലേബിളിലല്ല ഈ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. അത് ആദ്യം തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും സംഘടനയുടെ ലേബിളിൽ അല്ല, അനൗദ്യോഗികമായിട്ടുള്ള പരിപാടിയാണ്. എന്നാലോ സുന്നികൾ തന്നെയാണ്. ഓക്കെ, സംവാദം ആർക്കും നടത്താം, അങ്ങനെ പ്രത്യേക ഒരു സംഘടനയുടെ കീഴിൽ സംഘടന ലെറ്റർ ആവശ്യമൊന്നുമില്ല. സംവാദങ്ങൾ ആർക്കും സൗകര്യം പോലെ എവിടെ വെച്ചുകൊണ്ടും സംവാദങ്ങൾ നടത്താം, നല്ല രൂപത്തിൽ ചർച്ചകളാകാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതിന് സംഘടനയുടെ ലേബിളിൽ തന്നെ വേണം എന്നില്ല. കിതാബുകൾ പ്രമാണങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കുന്ന പരിപാടിയാണ് സംവാദം എന്ന് പറയുന്നത്. അപ്പോൾ ഏതായിരുന്നാലും സംവാദത്തിൽ നിന്ന് സുന്നികൾ മാറി നിൽക്കാനുള്ളൊരു കാരണം ഒരു മതിയായ കാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ പറയുന്നത് സമസ്ത മുജാഹിദ് സംവാദം എന്നാണ് അവരൊരു പോസ്റ്റർ അടിച്ചിറക്കി എന്നാണ്. അതും ഡിജിറ്റലായിട്ടുള്ള പോസ്റ്ററാണ്, സോഷ്യൽ മീഡിയ വഴി അവർ പ്രചരിപ്പിച്ചു എന്നാണ് സുന്നികൾ പറയുന്നത്. അതൊരു മതിയായ കാരണമായിട്ട് തോന്നുന്നില്ല. കാരണം സംവാദത്തിൽ വ്യവസ്ഥയിൽ ഇത്തരം കാര്യങ്ങളൊന്നും വ്യവസ്ഥയിൽ ആരും പറയില്ല. വ്യവസ്ഥ എന്ന് പറയും, സംവാദ വ്യവസ്ഥ എന്ന് പറയുന്നത് സംവാദത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയണം, എത്ര സമയം, എത്ര മണിക്കൂർ, അതുപോലെ തന്നെ പ്രമാണങ്ങൾ ഏതൊക്കെ കിതാബുകളിലാകാം, ഏതൊക്കെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളാകാം, ഏതൊക്കെ രീതിയിൽ വിഷയം എന്താണ്, ഈ വക വിഷയങ്ങളാണ് സംവാദത്തിലെ വ്യവസ്ഥ തയ്യാറാക്കുമ്പോൾ പ്രത്യേകമായിട്ടും നമ്മൾ അവിടെ റെഡിയാക്കുന്നത്. അല്ലാതെ സംവാദത്തിന് പോസ്റ്റർ എങ്ങനെ ആകണം, അല്ലെങ്കിൽ സംവാദത്തിന് ഉച്ചക്കുള്ള ഭക്ഷണം എങ്ങനെ ആകണം, കസേര എങ്ങനെ ആവണം, വരുന്ന വണ്ടി ഇതൊന്നും ഒരിക്കലും സംവാദ വ്യവസ്ഥയിൽ പെടില്ല. അപ്പോൾ ആരെങ്കിലും എവിടെ എന്തെങ്കിലും പോസ്റ്റർ, ഇപ്പോൾ ആർക്കും പോസ്റ്റർ ഉണ്ടാക്കാൻ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ആപ്പിൽ ഉണ്ടാക്കി കണ്ട് പോസ്റ്റർ ഉണ്ടാക്കി ആർക്കും വിടാം. അങ്ങനെ ഏതെങ്കിലും വിവരമില്ലാത്ത മുജാഹിദുകളുടെ കൂട്ടത്തിൽ പൊതുവേ അന്തംഗമ്മികളാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും അന്തംഗമ്മികൾ എവിടെ നിന്നെങ്കിലും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് അവർ വിട്ടതായിരിക്കാം. അതൊരു കാരണമാക്കേണ്ട കാര്യമില്ല. കാരണമാക്കാമായിരുന്നു. എപ്പോൾ സുന്നികൾ മുജാഹിദ് സംവാദത്തിന് വന്നപ്പോൾ അവിടെ വെച്ച പോസ്റ്റർ, സ്വാഭാവികമായിട്ടും സ്റ്റേജിൽ ഒരു പോസ്റ്റർ വെക്കും. ആ പോസ്റ്ററിൽ സമസ്ത മുജാഹിദ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് പറയാമായിരുന്നു നമ്മുടെ വ്യവസ്ഥ പ്രകാരം അവിടെ സുന്നി മുജാഹിദ് എന്ന് തന്നെ കൊടുക്കണം, നിങ്ങളത് മാറ്റണം, ഇല്ലെങ്കിൽ ഒഴിവാക്കണം. ഇങ്ങനെയായിരുന്നെങ്കിൽ ഓക്കെ. പക്ഷേ മുജാഹിദുകൾ വന്ന് ആ പരിപാടി നടത്തിയ സ്ഥലത്ത് അവിടെ കണ്ട പോസ്റ്റർ സുന്നി മുജാഹിദ് എന്നായിരുന്നു. അപ്പോഴും നമുക്ക് ഒരു ഇതില്ല, അതിൽ പറയാനൊരു കാരണമില്ല. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാരണം, മുജാഹിദുകൾക്ക് തന്നെ ഇപ്പോൾ മുജാഹിദ് അല്ലെങ്കിൽ സലഫി എന്ന പേരിനോട് തന്നെ അലർജി തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് അവരുടെ ആ ഓഡിയോ ക്ലിപ്പിൽ നിന്ന് എനിക്ക് മനസ്സിലായി. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുജാഹിദുകൾക്ക് എന്തോ മുജാഹിദ് എന്ന് പറയാൻ അവരുടെ വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾക്ക് തന്നെ എതിർപ്പുണ്ട്. ഇപ്പോൾ ഓൽക്ക് ആവശ്യം സുന്നി എന്ന പേര് ഞങ്ങൾക്ക് വേണമെന്നുള്ളതാണ്. ഞങ്ങളാണിപ്പോൾ യഥാർത്ഥ സുന്നികൾ. ആദ്യം അതിനൊരു ചർച്ച നടക്കട്ടെ, സുന്നികൾ ആരാണ് എന്ന കാര്യത്തിൽ ഒരു ചർച്ച നടക്കട്ടെ മതി. ഇത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. നിങ്ങൾക്കിപ്പോൾ സുന്നി എന്ന പേരിനോട് വലിയ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് തന്നെ മുജാഹിദ് അല്ലെങ്കിൽ സലഫി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ചൊറിച്ചിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ മതി. ഈ സംവാദങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു ബോധം നിങ്ങൾക്ക് വന്നല്ലോ, അത് മതി. അപ്പോൾ ഇപ്പോൾ ഓൽക്ക് സുന്നി ആകണം, ആ ലേബിൾ ഓൽക്ക് കിട്ടണം. മുജാഹിദ് വേണ്ട എന്നുള്ളിടത്തേക്ക് മുജാഹിദുകൾ തന്നെ എത്തിയിട്ടുണ്ട്. അത് വലിയൊരു വിഷയം തന്നെയാണ്. അപ്പോൾ സംവാദങ്ങൾ നടക്കട്ടെ, നല്ല നിലക്കുള്ള ആരോഗ്യപരമായിട്ടുള്ള സംവാദങ്ങൾ നടക്കട്ടെ, ഇനിയും നടക്കട്ടെ. തൗഹീദ് എന്താണെന്നും ഷിർക്ക് എന്താണെന്നും കൃത്യമായിട്ട് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ അനസ് മൗലവി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ഒരു ചെറിയ ശ്രമം നടത്തി, അതും പാളിപ്പോയിട്ടുണ്ട്. അനസ് മൗലവിക്ക് പണ്ടുള്ള പരിപാടിയാണ്, നടത്താൻ ഉദ്ദേശിച്ച ഒരു പരിപാടി അവിടെ കൊളായി കിടക്കുകയാണ്. ഇപ്പോൾ അനസ് മൗലവിക്ക് പുതിയ സംവാദം വേണം. നിങ്ങളെ നേരിടാൻ സുന്നികൾ വലിയ വലിയ നേതാക്കന്മാരുടെയോ വലിയ ആളുകളുടെയോ ഒന്നും ആവശ്യമില്ല. ചെറിയ കുട്ടികൾ തന്നെ മതി, പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതല്ലിമീങ്ങൾ തന്നെ മതി നിങ്ങളുടെ ഈ വിവരക്കേട് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഏതായിരുന്നാലും സംവാദങ്ങൾ നടക്കട്ടെ. ഒന്ന് മുടങ്ങിയാലും സംവാദങ്ങൾ ഇനിയും ഇവിടെ തുടരണം. ഇവരുടെയൊക്കെ തനി നിറം പൊതുജനങ്ങൾക്ക് മുമ്പിൽ, സുന്നികൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കാനും സാധാരണക്കാരായ ആളുകൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കാനും ഉസ്താദുമാർക്ക് സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.